ഇന്ത്യ വലിയ വിവാഹ ആഘോഷങ്ങളുടെ നാടാണ്. പൂക്കളുടെ അലങ്കാരങ്ങൾ, ഡ്രോൺ ഷോട്ടുകൾ, സിനിമാറ്റിക് വിവാഹ വീഡിയോകൾ, ആഡംബര ഭക്ഷണ വിഭവങ്ങൾ, ഒപ്പം ആയിരക്കണക്കിന് അതിഥികൾ. ഇവയെല്ലാം ഇന്ത്യൻ വിവാഹങ്ങളെ ആഘോഷത്തിന്റെ ഒരു മഹോത്സവമാക്കി മാറ്റുന്നു. എന്നാൽ ഈ തിളക്കമാർന്ന ആഘോഷങ്ങളുടെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഭൂരിഭാഗം ആളുകളും സ്നേഹത്തിന്റെ പേര് പറഞ്ഞല്ല വിവാഹം കഴിക്കുന്നത്. വിവാഹപ്രായമായി എന്ന ഒറ്റ കാരണം മാത്രമാണ് പലരെയും വിവാഹത്തിലേക്ക് നയിക്കുന്നത്. പ്രായം 30 അടുക്കുംതോറും കലണ്ടറിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് നമ്മളെക്കാൾ സമൂഹത്തിലുള്ളവരെ ആശങ്കപ്പെടുത്തുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അറേഞ്ച്ഡ് മാരേജിനോ ലവ് മാരേജിനോ എതിരല്ല, മറിച്ച് നമ്മുടെ തീരുമാനങ്ങളെ സമയത്തിന്റെ സമ്മർദ്ദം എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിൽ വിവാഹം എന്നത് ജീവിതത്തിന്റെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. പക്ഷെ വിവാഹത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് വിവാഹം എന്നത്, ഒരുമിച്ച് ജീവിതം പങ്കിടാനുള്ള ഒരു തീരുമാനം. എന്നാൽ ഇന്ന് സ്നേഹം പലപ്പോഴും ഒരു ബോണസ് മാത്രമാണ്. നല്ല ജോലി, നല്ല കുടുംബം, ശരിയായ പ്രായം, ഇവയാണ് വിവാഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇയാളോട് ഇഷ്ടം തോന്നുന്നുണ്ടോ എന്നല്ല, മറിച്ച് ഇയാളുടെ ജീവിത സാഹചര്യം, വിദ്യാഭ്യാസം, ജോലി, കുടുംബം എന്നിവയെല്ലാം അനുയോജ്യമാണോ എന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിവാഹം എന്നത് വെറും ഒരു കരാർ മാത്രമായി മാറുന്നു. കരാറിൻ്റെ കൂടെ വരുന്ന ഒരു ആഡഡ് ഫീച്ചറായി മാത്രം സ്നേഹവും മാറുന്നു. ഇത്തരം ഒരു മാറ്റത്തിന് കാരണമായത് ഒരുപക്ഷെ നമ്മുടെ തിരക്കേറിയ ജീവിതമാകാം. ഡേറ്റിംഗ് ആപ്പുകളുടെ യുഗത്തിൽ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ വേണ്ടി വരുന്ന സമയവും എഫേർട്ടും ഇന്ന് പലർക്കും ഒരു ഭാരമാണ്. ടിൻഡർ, ബംബിൾ, ഷാദി.com ഇവയെല്ലാം ഒരു പങ്കാളിയെ കണ്ടെത്താനുള്ള വേഗതയുള്ള മാർഗങ്ങളാണ്. ഒരു സ്വൈപ്പ്, ഒരു ചാറ്റ്, ഒരു കോഫി ഡേറ്റ്, എല്ലാം വേഗത്തിലാണ്. പക്ഷെ ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും അവരോട് ആഴമായൊരു ബന്ധം കെട്ടിപ്പടുക്കാനും സമയം വേണം. പക്ഷെ അങ്ങനെ സമയം നഷ്ടപ്പെടുത്താൻ നമ്മുടെ കയ്യിലില്ലല്ലോ. പ്രായം കൂടിക്കൂടി വരുവാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പ്രായം കുറേയായി, ഇനി എന്നാ നമുക്കൊരു സദ്യ കിട്ടുന്നത് എന്ന ചോദ്യവുമായി എല്ലാ ബന്ധുക്കളും കൂടെ ഒത്തുകൂടും. അങ്ങനെ ഈ ചോദ്യങ്ങൾ പേടിച്ച് ഏറ്റവും കുറഞ്ഞ റിസ്ക്കുള്ള ഓപ്ഷനിലേക്ക് നമ്മളും ചെന്ന് ചാടും. എന്നാൽ ഇങ്ങനെ ഒന്നിക്കുന്നവർക്കിടയിൽ എന്തോ ഒരു ശൂന്യത ഉണ്ടാകും. വിവാഹ ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ തിളങ്ങും. ഗൃഹപ്രവേശന പാർട്ടി ഒരു ഗംഭീര വിജയമായിരിക്കും. പക്ഷെ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതായി തോന്നും. അത് സ്നേഹവും ആത്മബന്ധവുമാണ്. പങ്കാളിയെ നോക്കുമ്പോൾ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, കാരണം നീ കൂടെയുള്ളപ്പോൾ എനിക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷത്തോടെയും ധൈര്യത്തോടെയും മുന്നേറാൻ സാധിക്കും എന്ന് തോന്നുന്നില്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം എവിടെയോ പരാജയപ്പെട്ടു പോയി എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? നമ്മൾ ശരിക്കും തിരഞ്ഞെടുക്കുന്നത് ഒരു വ്യക്തിയെയല്ല, മറിച്ച് ഒരു ജീവിത സങ്കല്പത്തെയാണ്. സമൂഹം നമുക്ക് മുന്നിൽ വെച്ച ഒരു ടെംപ്ലേറ്റ്, നമ്മൾ ചോദ്യം ചെയ്യാൻ മറന്നു പോകുന്ന ഒരു ഫോർമുല. ജീവിതത്തിലേക്ക് കടന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ തീരുമാനം തെറ്റായി പോയോ എന്നോർത്ത് ഖേദിക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം. നമ്മൾ തിരഞ്ഞെടുത്തത് സ്നേഹമല്ല, മറിച്ച് സൗകര്യമാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ വൈകിപ്പോയേക്കും. ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം പലപ്പോഴും ഒരു കൂട്ടായ തീരുമാനമാണ്. മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എന്തിന് അയൽക്കാർക്ക് പോലും അതിലൊരു അഭിപ്രായമുണ്ട്. നല്ലൊരു കുട്ടി, നല്ല കുടുംബം, എന്തിന് കാത്തിരിക്കണം? ഈ വാക്കുകൾ നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ട്. ഈ സമ്മർദ്ദം പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിലുള്ളവർക്ക് അവഗണിക്കാൻ കഴിയാത്തതാണ്. സ്ത്രീകൾക്ക് ഈ സമ്മർദ്ദം ഇരട്ടിയാണ്, കാരണം ബയോളജിക്കൽ ക്ലോക്ക് എന്നൊരു അദൃശ്യ ഭീഷണി എപ്പോഴും ഇവരെ പിന്തുടരുന്നു. പുരുഷന്മാർക്കും നിന്റെ സുഹൃത്തുക്കളെല്ലാം വിവാഹിതരായി എന്ന ഓർമ്മപ്പെടുത്തൽ ഒഴിവാക്കാൻ കഴിയില്ല. ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമോ? ഇയാൾ എൻ്റെ ജീവിത പങ്കാളിയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇയാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമായിരിക്കുമോ എന്ന ചോദ്യത്തിലേക്ക് അതിൻ്റെ നിലവാരം താഴുന്നു. ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു ഘടകം നമ്മുടെ സമൂഹത്തിലെ വിവാഹമോചനത്തിൻ്റെ വർധനവാണ്. 2000-ന് ശേഷം ഇന്ത്യയിൽ വിവാഹമോചന നിരക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നഗരങ്ങളിൽ. ഈ വർധനവ് സ്നേഹം അവാസ്തവമാണെന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നു. പുറമേ സന്തുഷ്ടരായി തോന്നുന്ന ഒരുപാട് ദമ്പതികളെ നാം കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ സ്നേഹമൊക്കെ വെറുതെ ആണോ എന്ന് തന്നെ തോന്നിപ്പോകും. നമ്മെ വെല്ലുവിളിക്കുകയും വളർത്തുകയും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുകയും ചെയ്യുന്ന സ്നേഹം നിലനിൽക്കുന്നില്ലേ? ഉണ്ട്. ആദ്യം തന്നെ ഞാൻ എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് എന്നൊന്ന് സ്വയം ചോദിക്കുന്നത് നല്ലതായിരിക്കും. സമൂഹത്തിൻ്റെ സമ്മർദ്ദം, നാട്ടുകാരെ ബോധ്യപ്പെടുത്തൽ, പ്രായം എന്നിവയൊക്കെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വിവാഹം എന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അറേഞ്ച്ഡ് ആയിക്കോട്ടെ, പ്രണയ വിവാഹമായിക്കോട്ടെ, നമ്മൾ മറ്റൊരാളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ്. അതിനെ നിസ്സാരമായി കാണരുത്, എടുക്കരുത്. ഒരു നിശ്ചിത ടൈം ലൈനിൽ ജീവിക്കാൻ സമൂഹം നമ്മോട് പറയും, പക്ഷെ നമ്മുടെ ടൈം ലൈൻ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്.
ജീവിതം ഒന്നേയുള്ളൂ. അത് ശ്രദ്ധയോടെ നല്ല തീരുമാനങ്ങൾ എടുത്ത് ജീവിച്ചു തീർക്കുക.